ദിവസങ്ങൾ പോകുന്ന പോക്ക് നിങ്ങൾ ആലോചിക്കുന്നത്. ഇപ്പൊ ഈ വ്യാഴാഴ്ച കഴിഞ്ഞ ഏകദേശം 2-3 ദിവസം പോയാണ് ഒരാഴ്ച തന്നെ പോയത്. അതുപോലെ തന്നെ മാസം ജനുവരി മാസം ഇവിടെ കഴിയാനായി ഏകദേശം 8 ദിവസം കൊണ്ട് എത്ര പെട്ടെന്ന്. അതുപോലെ തന്നെ 2025 വളരെ പെട്ടെന്ന് 2024 കഴിഞ്ഞ പോലെ. അപ്പോൾ നിങ്ങളെല്ലാം ചിന്തിച്ച് നോക്കുക, ദിവസങ്ങൾ പോകുന്ന പോക്ക് നിങ്ങൾ ആലോചിക്കുക. ഇതിന്റെ ലോകാവസാനത്തിന് അടിയാളമായിരിക്കും. വീണ്ടും ഒരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇത് കാലത്ത് തന്നെ ഇച്ചിരി 9:30 ഞാൻ കോളേജിൽ പോയി ഗൈസ്. ഇത്ര വേല ദിവസമല്ല പോകുന്നത്. നിങ്ങൾ ആഴ്ചക്ക് ഒരാഴ്ച പോയത് ഞങ്ങൾക്ക് അറിഞ്ഞില്ല. മുമ്പത്തെ വ്യാഴാഴ്ച ഞാൻ പോയത്, ഈ വ്യാഴാഴ്ച അതിന് പോകുമ്പോൾ ഞാൻ വൈകുന്നത് ഏകദേശം 2-3 ദിവസം കഴിഞ്ഞ പോലെയാണ് ഒരാഴ്ച പോയത്. അതുപോലെ തന്നെ ഒരു മാസം, ഈ ജനുവരി മാസം തന്നെ കഴിയാനായി. എത്ര വേഗമാണ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. ഒരു കൊല്ലം പോയത് 2024 പോയത് നമുക്ക് അറിയാം. അപ്പോൾ നമ്മുടെ ജീവിതം പറഞ്ഞാൽ വളരെ ചെറിയ ഷോർട്ടായിട്ടുള്ള ജീവിതമാണ്. അപ്പോൾ നമ്മൾ ജീവിക്കുമ്പോൾ ആരോട് ദേഷ്യവും ഇല്ലാണ്ട് ചൊടിയിലാണ് നമ്മൾ ജീവിക്കുക. പിന്നെ മറ്റുള്ളവരെ കളിയാക്കാണ്ട്, മറ്റുള്ളവരെ വിഷമിപ്പിക്കാണ്ട് അങ്ങനെ ജീവിക്കുക. ഇപ്പം നമ്മൾ ഊക്കുന്നില്ല. ഊക്കുമ്പോൾ നമുക്ക് കുറേ ആൾക്ക് സങ്കടപ്പെട്ടേക്കാം. പിന്നെ നമുക്ക് സന്തോഷം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർ എങ്ങനെ എടുക്കുന്നത്. നമ്മൾ ഒരാൾ ഊക്കിയാൽ നമുക്ക് ആ ഒരു വേദന അറിയും. പിന്നെ അതുപോലെ തന്നെ ബോഡി ഷെയ്മിങ്, റേസിസം അതൊക്കെ നമ്മൾ വിട്ട് കളിക്കുക. നമ്മൾ തമാശക്കാണെങ്കിലും ബോഡി ഷെയ്മിങ്, റേസിസം അങ്ങനെ ചെയ്യരുത്. ഇപ്പം എൻ്റെ കയ്യിനെ കണ്ടില്ല, എൻ്റെ കയ്യിനെ പണ്ട് തന്നെ കുറേ ആൾക്കാർ കളിയാക്കുന്നുണ്ട്. ഇപ്പം അങ്ങനെ കളിയാക്കാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങൾ മനസ്സിലായിരിക്കുന്നു. അപ്പോൾ നമുക്കതെല്ലാം ഇതെല്ലാം നിർത്തി നേരെ ബ്ലോഗിലേക്ക് കിടക്കും. ദിസ് ഇസ് മൈ കോളേജ്. ഇപ്പോൾ കാലത്തെ 10:15 ഞാൻ കോളേജിൽ എത്തി. ഫസ്റ്റ് പീരീഡ് കയറാൻ. അപ്പോൾ സാറ് പറഞ്ഞു ഫസ്റ്റ് പീരീഡില്ല മോനെ അറ്റൻഡൻസ് ഇട്ട് തരാം. അപ്പോൾ അറ്റൻഡൻസ് കിട്ടുമല്ലോ. അങ്ങനെ അറ്റൻഡൻസ് വാങ്ങാൻ പോയി. ഒരു 2ാമത്തെ പീരീഡിലേക്ക് വെച്ചപ്പോൾ ടീച്ചർ വോയിസ് ഇട്ട് 2ാമത്തെ പീരീഡിലൂടെ ആരും വരണ്ട. അപ്പോൾ കുറേ പേര് അങ്ങോട്ട് സമരം ചെയ്തോളൂ പോകണ്ടേ. അപ്പോൾ ആർക്കാണെങ്കിൽ അത് ദേഷ്യം പിടിച്ച് അഭിനയിച്ചു. കോളേജും കാണാം, കോളേജിൻ്റെ കുറച്ച് കാർഡുകളെല്ലാം കാണാൻ വെച്ചിട്ട് കോളേജിൻ്റെ കാർഡുകൾ കാണാൻ പോയി. കണ്ടില്ല എത്ര വലിയ കാർഡാണ്. പിന്നെ ഒരു മുതു ഗ്രൗണ്ടൊക്കെ ഉണ്ട്. ആ വലിയൊരു ഗ്രൗണ്ടാണ്. അവിടെ നമ്മൾ കുറച്ചാൾ വന്ന് എന്തൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പോയി ചോദിച്ചാൽ എന്ത് കഥയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഈ കാണുന്ന ഒരു ഡ്രോണില്ല, അത് പറപ്പിക്കാന്നാണ്. പിന്നെ ആ ചോദിച്ചത് പറക്കോ നമുക്ക് നോക്കാം. അങ്ങനെ അവസാനം ആ ഡ്രോൺ പറക്കുന്നവരെ കണ്ടിട്ടുണ്ടോ. പിന്നെ ഞാൻ കാലത്ത് 10:15 വന്നെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായത് 2:00-ക്കാണ്. ഇതാണ് ഈ കോളേജിൻ്റെ അവസ്ഥ. എപ്പോഴെങ്കിലും ഉണ്ടാവും പീരീഡ്, ഏകദേശം ലാസ്റ്റ് പീരീഡൊക്കെ ഉണ്ടാവും. അങ്ങനെ ഹിസ്റ്ററി ക്ലാസ് ഇരുന്ന് ഞാൻ നേരെ കോളേജ് വിട്ട് ഇറങ്ങിയിട്ടാണ്. ഈ കാണുന്ന മുതുക്ക് പാടില്ല, അത് ഡെയിലി നമുക്ക് കയറി വരണേ. ഏകദേശം 42 സ്റ്റെപ്പ് ഒന്നും അത് കയറാം. അതിന് ആ വീട്ടിലേക്ക് എത്തിയില്ല, നാട്ടിലേക്ക് എത്തി. അങ്ങനെ ആ വീട്ടിലേക്ക് എത്തി കുളിച്ച് നിസ്കരിച്ച്. ടുഡേ സ്പെഷ്യൽ എന്താണെന്ന് ചോദിക്കാൻ ഇവിടെ ഭാര്യ പറഞ്ഞത് ഇന്നാണ് ഈ കേസരി എന്ന് കേട്ടപ്പോൾ ഞാൻ പിന്നെ നമ്മളെ ചന്ദനമായി ആരും അതല്ല എനിക്കത് ഓർമ്മയാണ്. ഈ കേസരി ഇങ്ങനത്തെ ഒരു ഷേപ്പിലൊക്കെ ആക്കിയിട്ട് വരും. അതൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നേരെ സ്വലാത്തിന് പോയി. സ്വലാത്ത് കൊടുക്കുമ്പോൾ അത്ര ആളുണ്ടായിരുന്നു. ചീരട് കൊടുക്കുമ്പോൾ നല്ല ആളുണ്ടായി. ചീരട് കൊടുക്കുമ്പോൾ സ്വലാത്തിനേക്കാളും നല്ല ആൾക്കാരുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ.